3 വ്യത്യസ്ത മേഖലകളിലുള്ള ഓൺട്രപ്രണേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഡയറക്ട്ലി ഗെറ്റിംഗ് ഇൻ ടു ദ ഡിസ്കഷൻ. ഈ പെൺപെരുമ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് സ്ത്രീകൾ ബിസിനസ് ചെയ്യാൻ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഇത് ജെൻഡർ ബയാസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ജെൻഡർ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ജനറേഷണലായിട്ടുള്ള നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ബിസിനസ്സുകൾ ഉണ്ടായിരിക്കാം. ഇനി സ്ത്രീകളുടെ പ്രത്യേകിച്ചുള്ളൊരു കേസ് പറയുകയാണെങ്കിൽ ഒരു ഹോബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ, ചിലപ്പം ചെറിയ ക്രാഫ്റ്റ് മേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ക്ലോത്ത് സ്റ്റോറോ ഓർണമെൻറ്റ് സ്റ്റോറോ ആയിട്ടൊക്കെ ചെയ്യുന്നതും ഫ്രം ദ സ്ക്രാച്ച് വെൻ വി ബിൽഡ്. സോ ബിസിനസ് ടു ബി ഡിസ്കസ്ഡ് ഇസ് സംതിങ് ദാറ്റ് ബീങ് ബിൽഡ് ഫ്രം ദ സ്ക്രാച്ച് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓൺട്രപ്രണേഴ്സ് 3 പേർക്കും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കഥകളും അനുഭവങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. സോ നിങ്ങളുടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഐ സ്റ്റാർട്ട് വിത്ത് ഡോക്ടർ മഞ്ജു വാസുദേവൻ. മഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംരംഭമാണ്. അതിനകത്ത് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആദിവാസി കൂട്ടായ്മകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതും കളക്ട് ചെയ്യുന്നതും അവരെ ട്രെയിൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംരംഭം. അതിനെപ്പറ്റി മഞ്ജു തന്നെ പറയും. അപ്പോഴും ബിസിനസ് എന്ന് പറയുന്ന എന്നതിനപ്പുറത്തേക്ക് മഞ്ജു വാസുദേവൻ ചൂസ് ചെയ്ത ഈ ഒരു മാതൃക അതൊരു ജീവിതശൈലിയാണ്, ഒരു ജീവിത രീതിയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ നേരിട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് വൈ ദിസ്, അല്ലെങ്കിൽ വാട്ട് പ്രോഫിറ്റ് ഡു യു മേക്ക് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഓവർ ടു മഞ്ജു വാസുദേവൻ. Thanks, Shana. Good afternoon, everybody. Well, where do we start? I think, like she said, എന്തെങ്കിലും സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ 3 പേരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇക്കോളജിസ്റ്റാണ്. ഒരുപാട് കാട്ടിൽ ആദിവാസികളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവരുടെ നോളജ് കാരണമാണ് നമ്മൾക്ക് പോലും PhD കിട്ടുന്നതും. അല്ലെങ്കിൽ ആ ഒരു I have always felt that there was an imbalance, that they were never co-authors to the papers we published. And at a time in life, I happened to work for an organization called Stone Foundation in Kotagiri, Nilgiris. അവിടെ ഞാൻ കണ്ട ഒരു മോഡലാണ് ഞങ്ങളിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയത്. വിച്ച് ഈസ് ദാറ്റ് കാട്ടിൽ ഒരുപാട് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഹണി, ബീസ് വാക്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഹൈലി ലൈക്ക് ട്രോപ്പിക്സിൽ ഭയങ്കര റിസോഴ്സ് റിച്ച് ഏരിയാസിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷെ അവർക്ക് അത് ട്രേഡ് ചെയ്യാനുള്ള നെഗോസിയേറ്റിംഗ് പവർ ഇല്ല. And I just transitioned from being a researcher to becoming something. I mean, I think it was UNDP that came to us in 2021 and said, ഇത് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ലൈവ്ലിഹുഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ട്രെയിനിങ്സ് ചെയ്യുന്നുണ്ടല്ലോ, then why don't you make it a brand? And I literally stepped back, and because 2 things. 1, I'm not trained in business. 2, I was very diffident. എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും, right? But then I went back to 4 of our community villages and I said to them, look, project തീരാറായി, what do you guys want to do? ചേച്ചിമാരോടൊക്കെ ചോദിച്ചു. And they said, ഇല്ല, മഞ്ജു കൂടെ ഉണ്ടെങ്കിൽ we'll take it further. സത്യം പറഞ്ഞാൽ that was the baton passed on to me, okay, you want to help us and let's do this together. Personally, I don't see this as me helping them. I think they are helping the world, because അവരുടെ sustainability solutions, അവരുടെ ജീവിത രീതി, അവരുടെ architecture, അവരുടെ way of managing land, water resources, we have a lot to learn them as a mainstream society. അപ്പം ഞങ്ങൾ ശരിക്കും ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു, I would say overnight ആണ് ബിസിനസ് രജിസ്റ്റർ ചെയ്തതും നമുക്കൊരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിനെ UNDP തന്നതുമൊക്കെ. ബട്ട് ദെൻ, ലൈക്ക് യു സെഡ്, യു റിയലൈസ് ഹൗ മച്ച് ഇറ്റ് ടേക്സ് ടു ബിൽഡ് ഇൻ എ സിസ്റ്റം വിച്ച് ദീസ് ആർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമും ഇല്ല. കേരളത്തിൽ പിന്നെയും ഭേദമാണ്, വനസംരക്ഷണ സമിതീസ് ഉണ്ട്, ഹണിയൊക്കെ നല്ല പ്രൈസിൽ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത്. ബട്ട് ദർ ഇസ് എ ഹോൾ ലോട്ട് ഓഫ് അതർ തിങ്സ് ദാറ്റ് ഹാവ് നോ മാർക്കറ്റ് വാല്യൂ. So we thought we should train women's groups, create these beautiful products,
which there is always a value for it in the urban consumer. എക്സാക്ട്ലി നമ്മളൊരു സോഷ്യൽ ഇമ്പാക്ട് ബിസിനസ് എന്ന് പറയുന്നിടത്ത് നമ്മളൊരു അടുത്ത ലെവലിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ ടൈം ബീങ് ഓവർ ടു ദേവിക. ദേവികയുടെ ഒരു ഓൺടർപ്രണറിയൽ ജേണി ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചു കാലം സിനിമയുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് അഗ്രി ഡ്രോൺസിൻ്റെ മാനുഫാക്ചറിങ് ആണ്. മേക്ക് ഇൻ കേരള അല്ലേ, മെയ്ഡ് ഇൻ കേരള എന്ന് പറയുന്ന ആബ്സല്യൂട്ട്ലി കേരളത്തിൽ തന്നെ അഗ്രികൾച്ചറൽ ഡ്രോണുകൾ പറത്തുന്നു. അല്ലെങ്കിൽ ദേവികയുടെ കോ ഫൗണ്ടർ ഫോബ്സ് അണ്ടർ 30 വരുന്ന തരത്തിലേക്കൊരു വലിയ ബിസിനസ്സായിട്ട് ഒരു 4 വർഷത്തെ ബിസിനസ് കൊണ്ടുണ്ടായിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ബിൽഡിങ് സംതിങ് ഫ്രം സ്ക്രാച്ച്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് യങ് ആസ്പയറിങ് ഓൺടർപ്രണേഴ്സിന് എപ്പോഴും ഏജ് അല്ലെങ്കിൽ നമ്മളൊരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ നമ്മുടെ 20s നമ്മൾ എന്തിനു ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കരിയർ ഡിഫൈൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബൗണ്ടറിയിൽ നിന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സോ ഓൺടർപ്രണറൽ ജേർണിയിൽ ഒരുപാട് അൺസർട്ടിനിറ്റീസ് ഉണ്ട് ഡെഫിനറ്റ്ലി. സോ വെൻ യു ചൂസ് ദിസ് പർട്ടിക്കുലർ ഏരിയ, സിനിമ പോലെയുള്ളൊരു മേഖലയിൽ നിന്ന് തിരിഞ്ഞ് അഗ്രി ഡ്രോൺ മാനുഫാക്ചറിങ് പോലെയുള്ളൊരു ബിസിനസ്സിലേക്ക് വന്നപ്പം വാട്ട് വാസ് യുവർ കോൾ ഓൺ ദാറ്റ്? ആക്ച്വലി ഞാൻ സിനിമ മാത്രമല്ല, ഞാനൊരു പാസ് ഔട്ട് ആയ ശേഷം കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ. പിന്നെ എൻ്റെ കൊറോണേൻ്റെ ആ ബ്രേക്കിൽ ഒരു മൂവി ആക്ച്വലി നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. സോ ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പുഴുവിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു മൂവിയിൽ കൂടെ വർക്ക് ചെയ്തു അസോസിയേറ്റ് ആയിട്ട്. സോ ആ ഒരു സമയത്തേക്ക് നമ്മൾ ഫ്യൂസ്ലേജ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ ബിടെക് പ്രൊജക്റ്റായിരുന്നു ഡ്രോൺ. സോ ആ ഒരു സമയത്ത് ഞാൻ ഏകദേശം വർക്ക് ചെയ്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നിൽക്കുകയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലേ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു ശരിക്കുള്ളൊരു മോട്ടിവേഷൻ. സോ നമുക്ക് സാലറി കിട്ടുന്ന പൈസയ്ക്കൊന്നും ആവില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള തോട്ടിലേക്ക് എത്തിയത്. സോ ഈവൻ ബിടെക്കിൽ പ്രൊജക്റ്റ് കഴിഞ്ഞ് പാസ് ഔട്ട് ആയപ്പോൾ ഞാൻ പറഞ്ഞു ജോലിക്ക് പോകണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ഡ്രോണിനെ നമ്മൾ അഗ്രികൾച്ചർ ഡ്രോണാക്കി മാറ്റി. അതിൻ്റെ റീസൺ നമ്മൾ ബേസിക്കലി ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലി എന്നുള്ള ആൾക്കാരാണ്. സോ ആ ഒരു 2018-19 ഫ്ലഡ് കാരണം നമ്മളുടെ ഫാമേഴ്സിന് സോയിൽ ന്യൂട്രിയൻ സ്റ്റാറ്റസൊക്കെ എനിക്ക് ഇഷ്യൂ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെ ഫാമിങ് സ്റ്റോപ്പ് ചെയ്തൊരു സമയത്ത് നമ്മളെന്നാൽ ഈ ഡ്രോണിനെ നമ്മൾ അഗ്രികൾച്ചർ ഡ്രോണാക്കി മാറ്റാം എന്ന് വിചാരിച്ച് ഒരു അഗ്രികൾച്ചർ ഡ്രോൺ ഉണ്ടാക്കി. ഇതുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇനി ഇത് എന്ത് ചെയ്യും എന്നറിയില്ല. ബിക്കോസ് ആ ഒരു സമയത്ത് ആർക്കും അറിയില്ല എന്താണ് അഗ്രികൾച്ചർ ഡ്രോൺ എന്ന്. ആ സമയത്താണ് നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത്. ആ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യാൻ വന്ന അന്നത്തെ കൃഷിമന്ത്രിയായ VS സുനിൽകുമാർ സാറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാർട്ടി കണക്ഷൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നാട്ടിലെ ചേട്ടന്മാർ നമ്മളെ എന്നാൽ നിങ്ങൾ ഡ്രോണായിട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. നമ്മൾ ഡ്രോണായിട്ട് ചെല്ലുന്നു, അവിടെ ഫ്ലൈ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു നമ്മൾ ഇത് യൂസ് ചെയ്തത് കാരണം ഫാർമേഴ്സിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ പുള്ളി പറയുന്നു നിങ്ങളപ്പോൾ ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ ഇതുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയും. അപ്പോൾ നമ്മൾ ചെല്ലുന്നു. അവിടെ ബെറിൻ പത്രോസ് എന്ന് പറഞ്ഞിട്ടൊരു സാർ ഉണ്ടായിരുന്നു. സാർ സ്റ്റിൽ നമ്മളുടെ മെൻറ്ററാണ്. ആ സാറിൻ്റെ ഹെൽപ്പോടെ അവിടുത്തെ ക്രോപ്സിൽ ഒരു 2-3 സീസൺസ് നമ്മൾ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു. സോ അതിനുശേഷമാണ് നമുക്കൊരു വാലിഡേഷൻ നടത്തുകയും പിന്നെ UNDP പോലുള്ള പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടാവുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോഗ്രാംസിൽ പാർട്ടാവുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് വരുന്നത്. സോ ഇനിഷ്യലി ഒരു 2 years നമ്മൾ സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഏകദേശം നമ്മളെ ഡ്രോൺസ് DGCA സർട്ടിഫൈഡ് ഡ്രോൺസാണ്. ഇപ്പോൾ കേരളത്തിലെ DGCA സർട്ടിഫൈഡ് കമ്പനി ആകെ ഒരു കമ്പനി മാത്രമേ നമ്മളാണ്. ഈവൻ താങ്ക് യു ഇപ്പോൾ DRDO NPOയിൽ പോലുള്ള ഡിഫൻസ് ഓർഗനൈസേഷൻ നമ്മൾ ഡ്രോൺ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള പ്രൊജക്ട്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു കൺട്രീസിലോട്ടും ഇത് ചെയ്യാനുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി UK കാനഡയിലൊക്കെ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് പരിപാടികൾ മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ബിക്കോസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. സോ ഇതാണ് ഒരു ബേസിക്. ഓക്കെ, ഒരു 4 വർഷത്തെ ബിസിനസ് ജേണിയാണ് ദേവിക ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. അത് ഡെഫിനറ്റ്ലി വർത്ത് ദ പ്ലോട്ട്സ് ആണ്. ആൻഡ് കമ്മിങ് ഓവർ ടു അനു,
ഒരു പ്രവാസിയായിരിക്കുന്ന സമയത്ത് അനു തുടങ്ങിയ ചെറിയ ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം എന്നല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡ് വി നീഡ് മണി എന്നുള്ള ചിന്തയിൽ നിന്നാണ് പൊതുവെ ആൾക്കാർ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ആദ്യത്തെ തോട്ട് വരുന്നത്. അപ്പം അനുവായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ പാക്കേജിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു സസ്റ്റൈനബിൾ പാക്കേജിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പുതിയ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ലെവലിലേക്ക് വന്ന ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് ഷെയർ ചെയ്യാനായിട്ട്. സോ വാട്ട് വാസ് യുവർ കോൾ ടു ഗെറ്റ് ഇൻ ടു ബിസിനസ് എന്ന് പറയുന്നതിനേക്കാളും പുതിയൊരു കാര്യം ചെയ്യണം എന്നുള്ളതും ഇത് നമ്മൾ പറഞ്ഞു വന്ന കഥകളിലെല്ലാം ഇങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു, വെർ വി വെന്റ് ആൻഡ് ഹൗ വി ടുക്ക് ദ ടേൺ എന്നുള്ളത്. സോ ഓവർ ടു അനു ഫോർ ദ സ്റ്റോറി. എൻ്റെ കമ്പനിയുടെ പേര് പറഞ്ഞ പോലെ വർഷ്യ. അപ്പം ഞങ്ങൾ സസ്റ്റൈനബിൾ പാക്കേജിംഗ് ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം സസ്റ്റൈനബിൾ പാക്കേജിംഗ് എന്ന് പറയുമ്പം നമുക്ക് തോന്നും എന്താണ് പ്ലാസ്റ്റിക്കിന് എന്താണ് കാരണം പ്ലാസ്റ്റിക് മനുഷ്യരുടെ ജീവിതം അത്ര ഈസി ആക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിനൊരു കംപ്ലീറ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമുക്കില്ല. അപ്പം ഞാനൊരു ഫുഡ് സേഫ്റ്റി ഫീൽഡിൽ വർക്ക് ചെയ്ത ആളായിരുന്നു, പുറത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഫുഡിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് ഒരു പാഷൻ എന്നുള്ള പോലെ ഞാനൊരു ചെറിയ രീതിയിൽ ക്ലൗഡ് കിച്ചൺ തുടങ്ങി. അപ്പം ഞാൻ ഫുഡ് പാഴ്സൽസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എന്തും വേണ്ടി പ്ലാസ്റ്റിക്കാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സൊമാറ്റോ സ്വിഗ്ഗി ഓർഡർ ഇടുമ്പം മനസ്സിലാവും എത്രത്തോളം പ്ലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ട്രിഗറിങ് പോയിന്റ് ആയിരുന്നു. രണ്ടാമത്തെ ട്രിഗറിങ് പോയിന്റ് എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് കൊളൻ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. സോ ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ലഫക്റ്റ് കൊണ്ട് ഇപ്പം ക്യാൻസർ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ക്യാൻസറാണ് കണ്ടുവരുന്നത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. സോ നോർമൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പം സോഷ്യലി ഒരു റിലവൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് വരണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ കോവിഡ് ടൈമിലാണ് ആസ് യൂഷ്വൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പുറത്തായിരുന്നു, അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വരുന്നതും കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതും എല്ലാവരെയും പോലെ ഒരു ട്രേഡിംഗ് ബിസിനസ് എന്നുള്ള തരത്തിലായിരുന്നു ഞങ്ങൾ തുടർന്നത്. ഇപ്പം ആസ് യൂഷ്വൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അപ്പോൾ പണ്ട് നമ്മൾ മൺപാത്രങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആയിരുന്നു ആദ്യം ഞങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഈ പേപ്പർ പ്രോഡക്ട്സ്, ബഗാസിൻ്റെ പ്രോഡക്ട്സ് ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആഡൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ ഓർഡേഴ്സ് അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഓക്കെ നിങ്ങളുടെ കയ്യിൽ പേപ്പർ കപ്പ് ഉണ്ടല്ലേ, പേപ്പർ കണ്ടെയ്നർ ഉണ്ട്, എന്താണ് ഇതിനകത്തുള്ള ലൈനിങ്, ഇസ് ഇറ്റ് പ്ലാസ്റ്റിക്? അപ്പോഴാണ് നമുക്കും അതിനകത്തൊരു പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ബാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഓർമ്മ വരുന്ന ഒരു സാധനം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ്. ശരിക്കും പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്ത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന എല്ലാ സാധനവും പ്ലാസ്റ്റിക്കാണ്. ഒരു പ്രോഡക്റ്റ് ഇപ്പം മാർക്കറ്റിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങണമെങ്കിൽ നമുക്ക് അതിനൊരു പാക്കേജിങ് ഉണ്ടാവും. വിത്തൗട്ട് പാക്കേജിങ് ആ പ്രോഡക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റില്ല. ആ പാക്കേജിങ്ങിൽ നമുക്കിപ്പോൾ ഒരു എന്താ നിലവിലുള്ള മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ MLP, ഈ 3 സാധനമേ നിലവിലുള്ളൂ. അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാറായില്ല. സോ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പോയി അവസാനം ഞങ്ങൾക്ക് ട്രിവാൻഡ്രം നിസ്റ്റായിട്ട് ഒരു ടൈപ്പിൽ ഞങ്ങളൊരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് പകരം എന്തുണ്ടാക്കാതെ ഞങ്ങളൊരു സ്വന്തമായി ഒരു കോട്ടിങ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തു. സോ ഇപ്പോൾ അത് വെച്ചുള്ള പ്രോഡക്റ്റ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതൊരു ടീ കപ്പിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നേഴ്സിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന് എന്തൊരു പാക്കേജ്, അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് കമ്പനീസിൽ നിന്ന് അപ്രോച്ച് വരുന്നുണ്ട്. ഞാനിങ്ങനെ ഷാമ്പൂ ഉണ്ടാക്കുന്നുണ്ട്, ഞാനിങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ എനിക്കൊരു സസ്റ്റൈനബിൾ പാക്കേജ്. അങ്ങനെയാണ് ഞങ്ങൾ പാക്കേജിങ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് വന്നത്. ആദ്യം ഞങ്ങൾ ഫുഡ് സെക്ടർ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതൊരു പുതിയ പ്രോഡക്റ്റ് വന്നാലും അതിന് പാക്കേജിങ് വേണം. അപ്പോൾ അതൊരു വാസ്റ്റ് ഏരിയയാണ്, അതിൽ കുറച്ച് സോഷ്യൽ റിലവൻസും ഉണ്ട്, നമുക്കതൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു. തീർച്ചയായിട്ടും നമ്മളൊരു ചലഞ്ചസ് ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് എപ്പോഴും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അത് നമ്മൾ തുടങ്ങിയത് ക്ലൗഡ് കിച്ചൺ തുടങ്ങിയെടുത്ത് നമുക്ക് തിരിച്ച് പാക്കേജിങ്ങിലേക്ക് വരികയും അതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുകയും ഇപ്പം ഈ പറഞ്ഞ സൊമാറ്റോ പാക്കത്തോൺ നടത്തിയപ്പം തിരഞ്ഞെടുത്ത 10 കമ്പനികളിൽ ഒന്ന് അനുവിൻ്റെ ഭാഷയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന ആ ഒരു ബിസിനസ് ഡിസിഷൻ ഓൾസോ മാറ്റേഴ്സ് ഡിയർ. ഇനി ഈ സ്ത്രീകൾ ബിസിനസ്സിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയുള്ള വുമൺ ഓൺടർപ്രണേഴ്സിനെ കാണുന്നുണ്ട്. നമ്മളൊരു ക്ലോസ് ക്വാർട്ടറിൽ എല്ലായിടത്തേക്കും വാച്ച് ചെയ്യുമ്പം ഒരുപാട് സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ട് എപ്പോഴും.
അത് ബിസിനസ് എന്ന് മാത്രമല്ല, പൊതുവേ സ്ത്രീകളുടെ ഒരു കരിയർ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ 20കളിൽ ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന കരിയർ ചോയ്സസ്, വെൻ ഇറ്റ് കംസ് ടു വുമൻ, മോസ്റ്റ് കേസസിൽ നമ്മുടെ ഒരു കരിയർ ക്ലോക്കും ഒരു ബയോളജിക്കൽ ക്ലോക്കും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഐ ഡോണ്ട് ടേക്ക് ഇറ്റ്, ഐ മീൻ ഇതൊരു പേഴ്സണൽ സെൻസിൽ ബിയോണ്ട് ദാറ്റ് ഒരു സ്റ്റിഗ്മ ഇറ്റ് എക്സിസ്റ്റ് സെയിം. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് പൊതുവേ ഒരു ഫ്രം ദ സ്ക്രാച്ച് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആവുന്നു. അപ്പോൾ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ കോ ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം 24/7 വർക്കിംഗ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ് ദാറ്റ് വി ഡെഡിക്കേറ്റ് ടു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ 3 പേരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ തീരുമാനം മുതൽ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങളും അല്ലെങ്കിൽ ചലഞ്ചസും ഉണ്ടായിട്ടുണ്ടാവാം. അത് ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ പറഞ്ഞ പോലെ ആസ് എ വിമൺ എല്ലാവരും പാരൻ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് പുറമേ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഇതിനൊരു മെയിൻ തിങ് ആണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ ഒരു വൈഫാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പം എൻ്റെ ഫാമിലി എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഫിസിക്കലി ആയാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു മെയിൻ ഘടകമാണ്. അത് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, മുന്നോട്ട് വരണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ കിട്ടാത്തവരുമുണ്ട്. ബട്ട് അത് കുറേയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് നമുക്കത് നേടണമെന്നുണ്ടെങ്കിൽ ആസ് എൻ എൻ്റർപ്രണർ ഞാൻ പറയും, ഗോ ആൻഡ് ഗെറ്റ്. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. ഓൺടർപ്രണേഴ്സ് നമ്മൾ ജനറലി പറയാറുണ്ട്, ഗോ ഗെറ്റേഴ്സ് ആണ് സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ് ആയിട്ട് മാറുന്നത്. അത് ഇറ്റ്സ് ബിയോണ്ട് ജെൻഡർ ഡെഫിനറ്റ്ലി. പക്ഷേ വെൻ ഇറ്റ് കം സ്ത്രീകളുടെ കാര്യത്തിലേക്ക് അത് വരുമ്പം പ്രത്യേകിച്ചും നമ്മൾ ഈ തരത്തിലുള്ള ബയസ് ഫേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വളരെ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സീക്ക് ചെയ്യുന്ന സമയത്ത് ദർ ആർ പർട്ടിക്കുലർ ഇൻവെസ്റ്റേഴ്സ്, വിമൻ പിച്ച് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ വരെ ഫേസ് ചെയ്തിട്ടുള്ള വുമൺ ഓൺടർപ്രണേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ദേവികയുടെ ബിസിനസ് സ്റ്റോറിയിലുണ്ട്? ആക്ച്വലി ഈ സംരംഭക രംഗത്തെ പെൺപെരുമ എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റീൻ്റെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ വരുന്നത് തന്നെ ഇപ്പം അങ്ങനത്തെ കുറേ ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ബിക്കോസ് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം പിക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമിന് പോയാലും നമ്മൾ എല്ലാ മീറ്റിങ്ങിലും കാണുന്ന ആൾക്കാരെ തന്നെ കാണുന്നത് റിപ്പീറ്റഡ്ലി. സോ ഭയങ്കര കുറച്ച് ആൾക്കാർ കയറി വരുന്നുള്ളൂ, ബട്ട് കയറി വരുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പെൺകുട്ടികളായിക്കഴിഞ്ഞാൽ ഡബിൾ പ്രൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഇനിഷ്യലി നമ്മളൊരു അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവരെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവരുടെ പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ളൊരു ഇത് കേട്ടിട്ടുമുണ്ട്. ബിക്കോസ് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഇതുപോലൊരു ഐഡിയ ആയിട്ട് വന്നപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന്, ഉടനെ കല്യാണം കഴിക്കാൻ പ്ലാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഇപ്പോഴും. അത് ബേസിക്കലി സൊസൈറ്റി അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. സോ അത് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ട ഒരു ടൈമായിട്ടുണ്ട്. ഓൾറെഡി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായാൽ നല്ലതായിരുന്നു. അല്ല, ആ കൺസ്ട്രക്റ്റ് ബ്രേക്ക് ആവുന്നത് ഓരോരുത്തർ തീരുമാനങ്ങൾ എടുത്ത് അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും. പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതുപോലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നില്ല, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. ഈ പറയുന്നു, നമ്മളൊരു ഐഡിയ വരുന്നു, അത് നമുക്ക് അപ്രോപ്രിയേറ്റ് ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു, അത് അപ്രൂവ്ഡ് ആവുന്നു. ഇത് വിതിൻ 4 years ചെയ്യും. അപ്പോൾ ഇതല്ലാതെ ഒരെണ്ണം പൊട്ടിക്കഴിയുമ്പം അല്ലെങ്കിൽ 2 പൊട്ടിക്കഴിയുമ്പോഴും സ്റ്റിൽ ടു ഹോൾഡ് ഓൺ ദാറ്റ് എന്നുള്ളതിനകത്തേക്ക് സ്വാഭാവികമായിട്ടും അത് സ്ത്രീകളെന്നുള്ള എല്ലാ ഓൺടർപ്രണേഴ്സും ഫേസ് ചെയ്യാൻ നിർത്തിയിട്ട് കൃത്യമായിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ഒരു ജോലി ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്ത പൊതുവേ ഉള്ളതാണ്. അപ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോഴത്തേക്കും ഈ ഞാൻ നേരത്തെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ഈ ഫാമിലി റൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയുമ്പോൾ ഇക്വാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് അത് ഒരു ഓപ്പൺ ഡിബേറ്റിന് സ്കോപ്പുള്ള കാര്യമാണ്. പക്ഷേ സ്റ്റിൽ വെൻ വി ചൂസ് ടു വർക്കിംഗ് വുമനുമായിട്ട് നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് വർക്കിംഗ് വുമൺ ആവുമ്പം most of the cases, I'm saying എല്ലാം എന്ന് പറയുന്നില്ല, മോസ്റ്റ് ഓഫ് ദ കേസസ് വെയർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക്സ് എന്ന് പറയുന്നിടത്ത് ഹസ്ബൻഡ് 9 to 5 വർക്ക് ചെയ്യുന്നിടത്ത് വൈഫിൻ്റെ ഡേ സ്റ്റാർട്ട്സ് at 4 AM. ഇനി ഒരു പാഷനേറ്റ് ബിസിനസ് കൂടെ ചെയ്യണമെങ്കിൽ മേ ബി ഷീ ഷുഡ് വർക്ക്
ആഫ്റ്റർ 6 PM ഓൾസോ എന്നുള്ള തരത്തിലുള്ളതാണ് പലപ്പോഴും പല ആൾക്കാർക്കും അങ്ങനൊരു ഡെസിഷൻ എടുക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഫേവറബിൾ അല്ലാത്ത സാഹചര്യങ്ങളിലെടുത്ത് പിന്നെ അതിനെ കെട്ടിപ്പൂട്ടി വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മേ ബി കുറച്ചും കൂടി ഒരു ലേറ്റർ ഫേസിലേക്ക് ആൾക്കാർ അതിനെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഓവർ ടു മഞ്ജു വാസുദേവൻ. സോ അതിനകത്ത് എനിക്കുള്ളൊരു ക്യൂരിയോസിറ്റി, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്തൊരു പർട്ടിക്കുലർ ഇൻ ബിസിനസ് ടേംസിൽ നമ്മൾ ഇൻ ഫിഗേഴ്സിൽ നമുക്ക് ബിസിനസ് പറയാം. ഇത്ര മാസം കൊണ്ട് നമ്മൾ ഇത്ര ടേൺ ഓവർ ഉണ്ടാക്കി, ഈ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇത്ര പൈസ ഉണ്ടാക്കിയും ചെയ്യും. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു യോഴ്സ്, അബ്സല്യൂട്ട്ലി പാഷനാണ് എന്നുള്ളത് വളരെ വിസിബിൾ ആണ്. വേർ നിങ്ങൾ ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്നുള്ള ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതായത് സോഷ്യൽ സർവീസ് ചെയ്യണം. ഇപ്പം ഞാൻ സിവിൽ സർവീസ് അക്കാഡമി നടത്തുന്നിടത്ത് IAS ആവാൻ വരുന്ന ആൾക്കാരും കോച്ചിങ്ങിന് വരുന്ന കുട്ടികളെല്ലാം IAS ആവണം IPS ആവണം എന്ന് വരുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളത് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും മദർ തെരേസയും ഇവിടെ സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് വെൻ വി കം ടു എ പവർ വർക്ക്, ഇറ്റ്സ് എ പവർ, പൊസിഷൻ, ഗ്ലാമർ, എവറിത്തിങ് മാറ്റേഴ്സ് വെർ വി സാറ്റിസ്ഫൈ സം സെറ്റ് ഓഫ് സോഷ്യൽ പാരാമീറ്റേഴ്സ്, ദെൻ വി കൻ ഡു. അതാണ് എപ്പോഴും നമ്മൾ ഒതുക്കി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബയസ് ബ്രേക്ക് ചെയ്തിട്ട് when you are into something, definitely you are a model. And one more thing to add on about Dr. Manju Vasudevan, Goldman Sachs in the 10K women fellow ആണ്. Even I was also one. ആൻഡ് അതിനകത്തും ഒരു കാര്യം പറയുന്നത്, നമ്മളൊരു 30-40 ആൾക്കാരുള്ള ഒരു കൊഹോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ മെനി വിമൻ ഫ്രം കേരള, സോ മേ ബി 1 or 2 എന്നുള്ള ഒരു നമ്പറും വിൽ സി. ആൻഡ് ദ ടൈപ്പ് ഓഫ് ബിസിനസ് വാട്ട് വി ഡു എന്നുള്ളതും, അത് ആ ഒരു നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്ന്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നുള്ളതും യു മൈറ്റ് ബി നോയിങ്. സോ കമ്മിങ് ടു ദാറ്റ്, ഇങ്ങനെ ഒരു ബിസിനസ് ബിസിനസ് ഓൺടർപ്രണർ ആയിരിക്കുമ്പോഴും ഈ ചൂസ് ചെയ്തതിനകത്ത് haven't you faced a question like where is the profit, Manju? So I get that all the time. Yeah. Where are your growth numbers? When are you going to scale up? I mean, I think we should scale up. Allengi pinne cheyyunnil artham. You know, the impact has to go back to the community. We have to grow. But as a social enterprise, I don't know, maybe Devika has also felt it. If you're going to work with farmers or producers, അത് കുറച്ച് സ്ലോ ആയിരിക്കും. കപ്പാസിറ്റി ബിൽഡിങ്ങിന് തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കും. നമ്മൾ ഒരു കാര്യം ചിലപ്പോൾ 10 തവണ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു അപ്സ്കില്ലിങ് ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ കുറച്ച് മുമ്പ് ഷന പറഞ്ഞ സാധനമില്ലേ, വിമൻ ഓൺട്രപ്രണേഴ്സ്, ഐ ഹാവ് ഓൾവേസ് സീൻ മൈ 82 വിമൻ ആസ് ദി ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഹൗ ദേ ഹാവ് ടു ബാറ്റിൽ എവറി ഡേ. നൗ നോട്ട് സോ മച്ച്, പക്ഷെ തുടക്കത്തിലൊക്കെ വിത്ത് ദെയർ ഹസ്ബൻഡ്സ്, വിത്ത് ദെയർ ഫാദേഴ്സ്, അബൌട്ട് എനിത്തിങ് ദാറ്റ് ദേ ഹാവ് ടു ഡു ആൻഡ് ദേ വോണ്ട് ടു ഡു. കാരണം കുറച്ച് പൈസ കയ്യിലുണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. വി ആർ ഫ്രം സ്ലൈറ്റ്ലി മോർ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സ്. നമ്മൾ urban അപ്ബ്രിങ്ങിങ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സപ്പോർട്ടീവ് പേരൻസും പാർട്ട്നേഴ്സും ഉണ്ടായിട്ടുണ്ടാവാം. ഐ തിങ്ക് ദാറ്റ് ആ സിനാരിയോയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മോർ എനർജീസ് ലോസ്റ്റ് ഇൻ സ്പെൻറ്റ് ഇൻ, ഐ വിൽ സേ ലോസ്റ്റ് ഇൻ കപ്പാസിറ്റി ബിൽഡിംഗ്. അത് കാരണം ഗ്രോത്ത് സ്ലോ ആണ്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ആസ്ക്ഡ് മീ, എന്തിനാണൊരു കംഫർട്ടബിൾ പ്രൊഫസർ ജോബ് ആയിക്കൂടായിരുന്നു, വൈ ആർ യു ഡൂയിങ് ഓൾ ദിസ്. പീപ്പിൾ ഹാവ് ആസ്ക്ഡ് മീ PhD ചെയ്തിട്ട് എന്തിനാ സോപ്പും പൊതിഞ്ഞുകൊണ്ടിരിക്കണേ, ബിക്കോസ് യു നോ വി ഹാവ് ബീസ്വാക്സ് സോപ്സ് ആൻഡ് ഐ ആം ദ വൺ ഹു ട്രെയിൻസ് ദ വിമൻ ടു പാക്ക് ദെം, റാപ്പ് ദെം. അപ്പോൾ ഈ ചോദ്യത്തിൽ ഐ ആം നോട്ട് ഷുവർ വേർ ദ ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ് ഫ്രം. If an authority is asking you, it's mostly because they think NGOസിനോടുള്ളൊരു അപ്രോച്ച് അങ്ങനെയാണ്. നമ്മൾ NGO റെപ്രസെൻ്റ് ചെയ്യണ അല്ല, നമ്മളൊരു ബിസിനസ്സാണെന്ന്. ബട്ട് ഐ എം സെയിങ് ഇറ്റ് കംസ് ഫ്രം വൈ ആർ യു ഡൂയിങ് ഓൾ ദിസ്. ഞങ്ങൾ ചെയ്തോളാം മീൻസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദീസ് ആർ അതോറിറ്റീസ് ഇൻ ദിസ് ഇക്കോസിസ്റ്റം. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് സീൻ ഹൗ ദേ ഫീൽ, ഇവരെ ഏൽപ്പിക്കുക, ഇവരിത് രസമായിട്ട് ചെയ്തോളും. ബിക്കോസ് യു നോ, ഐ റിമെമ്പർ വെരി വെരി ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ വി വർ ഹാവിംഗ് വിത്ത് ദ മലയാറ്റൂർ DFO, വാസ് എ രാജസ്ഥാനി ഓഫീസർ, ആൻഡ് ഹി സെഡ്, യു നോ, ഞങ്ങൾക്ക് 9 VSS ഉണ്ട്, വനസംരക്ഷണ സമിതീസ് ഉണ്ട്, എല്ലായിടത്തുനിന്നും എനിക്ക് 5 പ്രോഡക്റ്റ് വേണം. മീൻസ് സർ, ഐ കാൻ പ്രോമിസ് ദാറ്റ്, ബട്ട് വി ക്യാൻ സീ വാട്ട് കംസ് ഔട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഞങ്ങൾ പോയി ട്രെയിനിങ് കൊടുക്കുകയല്ല ചെയ്യുക, അവരുടെ നോളജ് എന്താണ്, അവരുടെ ഹിസ്റ്ററി, അവരെന്താ കഴിക്കാറ്, ഒരുപാട് കാര്യങ്ങൾ മീറ്റിങ്സ് വഴി നമ്മൾ പതുക്കെ എടുത്തിട്ട് ഏതിലാണ് അവർക്കൊരു ഓണർഷിപ്പ് ഉണ്ടാവാൻ സാധ്യത, ദാറ്റ്സ് ഹൗ വി ബിൽഡ് എ പ്രോഡക്റ്റ്. അതർവൈസ് ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എ ഫാക്ടറി പ്രോഡക്റ്റ്.
that is always, on one side people are asking, why are you doing this? On the other side, people are also saying, hey, why don't you come and do this, because you seem to do this, you seem to know how to do this. And it's not easy working with communities, it takes time. Onno overnight to build ചെയ്യാൻ പറ്റില്ല. So I think that it's two sides to the coin, I won't say it's, ഡെഫിനറ്റ്ലി. ഓക്കെ, നമ്മൾ വിൽ ടേക്ക് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഓഡിയൻസ് മീൻ വൈൽ, ബിക്കോസ് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് മൂന്ന് പേർക്കും. അത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവരുടെ സൈഡിൽ നിന്ന് എടുക്കാം ബിക്കോസ് ഓഫ് ദ ടൈം കൺസ്ട്രെയിൻ. വി ആർ ഓപ്പൺ ഫോർ വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഈ പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യുന്ന കാര്യം, അതേപോലെ നമ്മുടെ ഫുഡ് കണ്ടെയ്നറിൽ കാര്യമായി പ്ലാസ്റ്റിക് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ നേരെ ചൂടുള്ള ചില്ലി ചിക്കനൊക്കെ നേരെ ഒഴിച്ച് തരാറുണ്ടല്ലോ. കുറച്ച് നേരം നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലെയർ ആ ഒരു സിൽവർ കളറുള്ള പ്ലാസ്റ്റിക് ബാഗുകളിൽ നിന്നൊക്കെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ചൂടാവുന്ന സമയത്താണ് മൈക്രോ പ്ലാസ്റ്റിക്സ് ലീച്ച് ചെയ്ത് ഫുഡിലേക്കോ വെള്ളത്തിലേക്കോ ഒക്കെ വരുന്നതെന്നുള്ള പഠനങ്ങൾ നമ്മുടെ ഇവിടെ എത്രത്തോളം നടക്കുന്നുണ്ട്, എത്രത്തോളം ഡേഞ്ചറാണ് ഈ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി പറഞ്ഞു തരാൻ പറ്റും തോന്നുന്നു. അതെ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പം നമ്മൾ കാണുമ്പം ഒരു അലൂമിനിയം കവറിലാണ് കൂടുതൽ ഈ പാഴ്സൽസ് വരുന്നത്. ശരിക്കും ഇത് അലൂമിനിയം ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അത് അലൂമിനിയം തന്നെ അല്ല, അത് പ്ലാസ്റ്റിക് തന്നെയാണ്. അതുകൊണ്ടാണ് അത് സീൽ ചെയ്യാൻ പറ്റുന്നത്. പ്ലാസ്റ്റിക്കിലെ ഒരു അലൂമിനിയം പോലൊരു മെറ്റീരിയലിൻ്റെ വളരെ തിൻ ലെയർ കോട്ടിങ്, വളരെ കുറഞ്ഞൊരു കോട്ടിംഗ് ആണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഈ ചൂട് ഫുഡിൻ്റെ ഈ ലീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കൊരു 40 ഡിഗ്രി തൊട്ട് മുകളിലോട്ട് എല്ലാം ലീച്ചിങ് സംഭവിക്കാം. പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 രൂപ താഴെ ഒരു പ്രോഡക്റ്റും കൊടുക്കാൻ പറ്റില്ല. ഇത് ഒരു രൂപയ്ക്ക് ചിലപ്പോൾ 2 കവർ 3 കവറൊക്കെ അത് കിട്ടും. അപ്പോൾ അത്രയും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഈവൻ നമ്മളൊരു ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് നമുക്കിപ്പം ബിരിയാണിയൊക്കെ മേടിക്കുന്ന കണ്ടെയ്നർ നല്ല ഫുഡ് ഗ്രേഡ് ആണെങ്കിൽ ഒരു 14-15 രൂപ വരും ആ ഒരു കണ്ടെയ്നറിന്, നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ. പക്ഷേ നമ്മൾ മേടിക്കുന്ന വളരെ ലോ ക്വാളിറ്റി കണ്ടെയ്നർ ഒരു 4 രൂപ 5 രൂപ റേഞ്ചിലുള്ള കണ്ടെയ്നർ. അപ്പം അത് ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. അതിൽ പ്ലാസ്റ്റിക് ലീച്ചിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടുതൽ ക്യാൻസർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻസറിൻ്റെ മെയിൻ ഒരു കോസ് നമ്മൾ ഈ ചായ കുടിക്കുന്ന കപ്പും ഇത് തന്നെ. കാരണം ചായ തന്നെ സാധാരണ എല്ലാവരും 2 ചായ, ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നവർ ചിലപ്പോൾ ഈ പേപ്പർ കപ്പിൽ 4-5 ചായ കുടിക്കുന്നവരുണ്ടാവാം. അപ്പം അത്രയും പ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം പഠനങ്ങൾ പറയുന്നത് വെച്ച് ഇപ്പം ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ, അതായത് ഊമ്പിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തി എന്നുള്ളതാണ് പുതിയ പഠനം പറയുന്നത്. അതെ, 2 വർഷം മുമ്പേ BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ ബ്ലഡിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തി തുടങ്ങിയെന്ന്. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഫുഡ് ഗ്രേഡ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പോളിയൂറിത്തിൻ ഗ്രാനുൾസിൽ നിന്നാണ് ഈ ഏത് ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്നത്. ഇത് ഫുഡ് ഗ്രേഡ് എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു ഫുഡ് സൂക്ഷിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2 കാര്യമുണ്ട്. നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സും ഉണ്ട്, അല്ലാത്തതുകൊണ്ട്. നമുക്ക് ഈ ഫുഡ് കണ്ടെയ്നേഴ്സിനെ തരുന്നത് ഒരിക്കലും നമ്മുടെ റീയൂസബിൾ പർപ്പസിന് തരുന്ന സാധനമല്ല. അത് 1 ടൈം യൂസ് ആണ്, ഡിസ്പോസിബിൾ ആണ്. ബട്ട് നമ്മളത് വീട്ടിലെ സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ലീച്ചിങ് സംഭവിക്കുന്നത്. ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വളരെ അത് പൊടിഞ്ഞ് അങ്ങനെയുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. അത് ഹോട്ട് ഫുഡ് വരുമ്പോഴാണ് വളരെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത അത്രയും മൈക്രോ പ്ലാസ്റ്റിക്സ്, ആ ലെവലിലുള്ള മൈക്രോൺസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോകുന്നത് ഉള്ളിലോട്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മിനിമം 70 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും ഏത് ഫുഡ് ചൂടാക്കി നമ്മളുടെ പാക്ക് ചെയ്ത് തരുന്നത്. അതെ, ഏത് റെസ്റ്റോറൻറ്റുകളിൽ 60 മിനിമം 60 എബോവ് ആയിരിക്കും. ആ ഒരു കണ്ടീഷനിലുള്ള ഫുഡ് നമ്മൾ ഈ കണ്ടെയ്നറിൽ ഒഴിച്ചാലും മൈക്രോ പ്ലാസ്റ്റിക്സ് ലീച്ച് ചെയ്യാത്ത തരം ഏതെങ്കിലും മൈക്രോ പ്ലാസ്റ്റിക്സ് അപ്പോൾ അവൈലബിൾ ആണോ? ഇല്ല, ഇപ്പൊ നിലവിലില്ല. നമ്മളെല്ലാവരും ഡെയിലി മൈക്രോ പ്ലാസ്റ്റിക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, ഈവൻ നമ്മൾ ഇപ്പം പെറ്റ് ബോട്ടിൽസ്, നമ്മുടെ വെള്ളം വരുന്ന കുപ്പി തന്നെ നമ്മൾ നോക്കുമ്പോൾ ചൂട്, അതായത് നേരിട്ട് നമ്മുടെ സൂര്യപ്രകാശം അടിച്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ സമയത്തൊക്കെ വരുന്ന ആ ചൂട് വാട്ടർ ബോട്ടിലിൽ നിന്ന് നമ്മളൊന്ന് വെള്ളം കുടിച്ച് നോക്കും, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത്, ഇതിന് കൃത്യമായ എന്തെങ്കിലും പഠനങ്ങൾ നമുക്കിവിടെ നടക്കുന്നുണ്ടോ? ഗവൺമെൻറ് അതിന് ഏതെങ്കിലും തരത്തിൽ ആളുകളെ ബോധവൽക്കരിക്കാൻ? ഇതിൽ മെയിനായിട്ട് വേണ്ടത് ബോധവൽക്കരണം തന്നെയാണ്.
പഠനങ്ങൾ ആവശ്യത്തിലധികം പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ ലോകമെമ്പാടും ഇതിനുള്ള ഇത് നടക്കുന്നുണ്ട്. പക്ഷേ അവയർനെസ്സിൻ്റെ ഒരു കുറവുണ്ട്. അതാണ് മെയിൻ. അപ്പം മെയിനായിട്ട് അവയർനെസ് ഞങ്ങൾ വർഷിയ എന്നുള്ള കമ്പനി ഞങ്ങൾ കൂടുതൽ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ്, എനിക്ക് ചോദിക്കാനുള്ളത് ദേവികയോടാണ്. ആസ് എ വുമൺ ഓണ്ടർപ്രണർ, പ്രത്യേകിച്ച് ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട്, അതായത് ടെക്കി സ്പേസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും യുണീക്ക് ചലഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതാണ് ഒന്നാമത്തത്. പിന്നെ അതേ കണക്ക് ഹൗ ഡു യു മാനേജ് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആൻഡ് ഇപ്പം സൊസൈറ്റിയിൽ എൻ നമ്പർ ഓഫ് ടെക്നോളജീസ് അപ്ഗ്രേഡഡ് ആണ്, അതായത് വന്നുകൊണ്ടേയിരിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. സോ ഹൗ ഡു യു മാനേജ് യുവർ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആൻഡ് ദീസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല ഒന്നുകൂടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഇന്നോവേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടല്ലോ പ്രോജക്റ്റ് അഗ്രികൾച്ചർ, അതിൽ തന്നെ നമ്മൾ പുതിയ പുതിയ പ്രോജക്ട്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് വരില്ലേ, അതായത് ടെക് ടൂൾസ് ലൈക്ക് ദാറ്റ്. സോ ഹൗ ഡു യു മാനേജ് ആ റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് ആ ഇന്നോവേഷൻ? ആക്ച്വലി നമ്മൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഈ 4 വർഷത്തെ സ്റ്റോറി ഒരു 5 മിനിറ്റിൽ പറഞ്ഞെങ്കിലും അതിൽ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് അല്ല, ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പാണ്. സോ ആസ് എ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് നമുക്കൊരു ഇനിഷ്യൽ ഒരു ഡ്രോൺ ബിൽഡ് ചെയ്യാനാണെങ്കിലും വേണ്ട എമൗണ്ട് നമ്മൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് ഇനിഷ്യൽ ടൈമിലുണ്ടായിരുന്നത്. സോ ഏകദേശം എൻ്റെ വീട് ചേർത്തലയാണ്. ചേർത്തല തൊട്ട് കാക്കനാട് കളമശ്ശേരിയാണ് ഓഫീസ്. കളമശ്ശേരി വരെയുള്ള എല്ലാ ബാങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ബാങ്ക് ഓഫ് ബറോഡ വാഴക്കാല ബ്രാഞ്ചിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം ആ ഒരു സമയത്ത് തുടങ്ങി. അതിൽ അഗ്രി ഇൻഫ്രാ ഫണ്ട് സ്കീമിൽ 20 ലക്ഷം രൂപ ആദ്യത്തെ ലോൺ, അത് നമ്മൾ ഏകദേശം ഒരു 2 മന്ത്സ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാങ്കിൽ ഇരുന്നിട്ട് കിട്ടിയതാണ്. സോ ഈ ഇനിഷ്യൽ ഒരു ഫണ്ട് ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലാത്തടത്ത് നമുക്ക് ആരും ലോൺ തരുകയോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തരുകയോ ഒന്നുമില്ല. ബിക്കോസ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും പോയിരുന്നു. ആ സമയത്തൊക്കെ അവരെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റായിട്ട് വരൂ, അല്ലെങ്കിൽ ഒരു MVP ആയിട്ട് വരും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യുക, ടെക്നോളജി വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനത്തെ ഇമ്പാക്ട്സ് ഉണ്ടാക്കി എന്ന് നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഈ ഒരു ഫേസിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഒരു ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫണ്ട് ചെയ്യുന്നവരാണെങ്കിലും കുറച്ച് താല്പര്യപ്പെടുകയുള്ളൂ. ബിക്കോസ് അവർക്ക് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോലെ അത് മാർക്കറ്റ് ചെയ്ത് വിറ്റ് പൈസ മേടിക്കണം. അതിലാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ഫോക്കസ് ചെയ്യേണ്ട കാര്യം കൂടെ അതിലാണ്. ഇപ്പോൾ ഒത്തിരി ടെക്കി ആൾക്കാരുണ്ടാവും, പക്ഷേ അതെങ്ങനെ ബിസിനസ് ചെയ്ത് എത്തിക്കാം എന്നുള്ളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. അതാണ് ഫസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മളതനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ബിക്കോസ് ഇപ്പോൾ നമുക്ക് വരുന്ന നമ്മൾ ഇനിഷ്യലി ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ഡ്രോൺ PRQD10 എന്ന് പറഞ്ഞിട്ടൊരു അഗ്രികൾച്ചർ ഡ്രോണാണ് 10 ലിറ്ററിൻ്റെ. അതാണ് നമ്മുടെ സർട്ടിഫൈഡ് ഡ്രോൺ. പക്ഷെ നമ്മളിത് ഫാമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ നിന്നുള്ള റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് 10 ലിറ്റർ പോരാ, അവർക്ക് ഇനിയൊരു 30 ലിറ്റർ ആക്കണം. ബിക്കോസ് അവർ ഈ 10 ലിറ്റർ യൂസ് ചെയ്ത് ശീലിച്ചു. അപ്പോൾ ഇതൊരു 30 ലിറ്റർ ആക്കി, പിന്നെ ഇത് സീഡ് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആക്കി. അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആസാം, മിസോറാം അവിടെ നിന്നൊക്കെ വരുന്ന റിക്വയർമെൻറ്റ്സ് ഫാമേഴ്സിന് ഒത്തിരി ഹിൽ ഏരിയ കയറി വേണം ഈ അവരുടെ ന്യൂട്രിയൻസും പെസ്റ്റിസൈഡ്സൊക്കെ ഡെലിവറി ചെയ്യാൻ. അതിനൊരു ഡെലിവറി പർപ്പസും കൂടെ ഉള്ളൊരു ഡ്രോൺ, അങ്ങനത്തെ കുറച്ച് റിക്വയർമെൻറ്റ്സ് നമുക്ക് ഫാമേഴ്സിൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ പ്രോഡക്റ്റായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ട ഒരു സാധനം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. സോ അതിനായിട്ട് നമുക്കൊരു R&D ടീം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഇതുപോലുള്ള പ്രൊജക്ട്സ് എല്ലാം ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ കറണ്ട് ഒരു ഇതെല്ലാം ഇപ്പോൾ സീഡ് സ്പ്രേയിങ്, സീഡ് ഷൂട്ടിങ്, പെസ്റ്റിസൈഡ് സ്പ്രേയിങ്, ഡെലിവറി, ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു മൾട്ടിപർപ്പസ് ഡ്രോണിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ മാക്സിമം അപ്ഡേറ്റഡ് ആയിരിക്കുക, റിക്വയർമെൻറ്റ്സ് നമുക്ക് പിന്നെ കസ്റ്റമേഴ്സിനെ കേൾക്കുക, അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്, അത് ഡോക്ടർ മഞ്ജുവിനോടാണ്. അതായത് നമ്മൾ ആദിവാസി കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഡിഫിക്കൽട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ് സിറ്റുവേഷൻ ആൻഡ് ലൈക്ക്
ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ അത് ഒബ്വിയസ്ലി ആ കമ്മ്യൂണിറ്റിയിൽ ചെല്ലുന്ന സമയത്ത് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഒരു സ്റ്റോറി സ്പാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ജേണിയിൽ എന്തെങ്കിലും സ്പാർക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷെയർ ചെയ്യാമോ? ഐ വുഡ് സേ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു എടമലയാറിൽ ബാംബു വീവിങ് ചെയ്യണ കമ്മ്യൂണിറ്റി. സോ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു എക്സ്പോഷറും ഇല്ല അവർക്ക് പുറം ലോകമായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കൊട്ട മെടയാം, കണ്ണാടിപ്പായ മെടയാം. കണ്ണാടിപ്പായ ബൈ ദ വേ ഇസ് എ GI tagged product. The only place you can buy it in India today, in the world today, is on our website. എനിവേ, സോ കണ്ണാടിപ്പായൊക്കെ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ അവർ ഈറ്റ വെട്ടാൻ ഉൾക്കാടുകളിലാണ് പോണത്. എലിഫൻറ്റ് ടെറിട്ടറിയാണ്. സോ ദേ വിൽ ഓൾവേസ് സേ പോയിട്ട് വരും മഞ്ജു, ഇനി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്ത് വെക്കാം. ആൻഡ് ഐ വുഡ് ഇൻസിസ്റ്റ് ഐ വോണ്ട് ടു കം വിത്ത് യു. അപ്പോൾ അവർ നമ്മളെ ഡിസ്വേഡ് ചെയ്യും, കാർഡാണ്, അട്ടയുണ്ട്, അതാണ്. ഞാൻ ഐ വുഡ് സേ നോ, ഐ എം എൻ ഇക്കോളജിസ്റ്റ്, ഞാൻ കുറേ കാർഡ് നിങ്ങളെക്കാളും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും. സോ യു ഹാവ് ടു ബിൽഡ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. യു ആർ റൈറ്റ്, യു നോ ഇറ്റ് ഹാസ് ടു ടേക്ക് ദാറ്റ്. ഒരുപാട് നമ്മൾ അവരെ ചില സമയത്ത് എനിക്ക് തന്നെ തോന്നാറുണ്ട്, ആം ഐ എക്സാജറേറ്റിംഗ് ദിസ്? അതായത് നമ്മളവരോട് പറയും 100 കൊട്ടയ്ക്ക് ഓർഡർ ഉണ്ട് എന്ന് ഞാൻ വെറുതെ പറയുക പതിവ്. ചിലപ്പോൾ 10 കൊട്ടയ്ക്ക് ഓർഡർ ഉണ്ടാവും. ബട്ട് ഐ വുഡ് സേ ദാറ്റ് ടു മേക്ക് ദം ഫീൽ എൻകറേജ്ഡ് ആൻഡ് ദം ടു ഫീൽ ദാറ്റ് ദർ ഇസ് എ വാല്യൂ ഫോർ ദിസ്. വാല്യൂ ഉണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇറ്റ്സ് അബൌട്ട് റീച്ചിങ് ദ റൈറ്റ് ഓഡിയൻസ്, റൈറ്റ്? അപ്പോൾ എവറി ടൈം വി വുഡ് ഗോ, കാട്ടിൽ കൂടെ പോകുമ്പോൾ അവരുടെ നോളജ് എങ്ങനെയാണ് അവർ ആ ഫോറസ്റ്റിനെ നാവിഗേറ്റ് ചെയ്യണത്, ഏത് തരം ഈറ്റയാണ് കട്ട് ചെയ്യണത്, അതിൽ നോളജാണ് ഉള്ളത്. മൂൺലൈറ്റുള്ള ദിവസം പോകും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോളജിന് കാണാത്ത. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി മോഡേൺ സൊസൈറ്റീസ് സീ only computer coding as knowledge, or you know, it's a very sought after job to have. But I think knowledge, traditional knowledge, is much more superior. വെറുതെ കാട്ടി പോകുമ്പോൾ ഒരു മരത്തിൽ ഇങ്ങനെ അവർ കൊട്ടുമ്പോൾ മരത്തിൻ്റെ ബാർക്കിൽ കൊട്ടി അവർക്ക് അറിയാം മുകളിൽ തേനുണ്ടോ ഇല്ലയോ, ഈച്ച ഉണ്ടോ ഇല്ലയോ. So that sort of sixth sense that they have, I genuinely have an appreciation for it, and I think they would have sensed it. Okay, this person values. If I value, 10 others also value. It's about telling the story. അപ്പോൾ ഇപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ വരും, അല്ലെങ്കിൽ they've come to Huddle. They came to Huddle. 2 weavers were there and they asked me എന്നാണ് അടുത്ത ഇവൻറ്റ്. You know, they like coming out. So it's not like അവരിങ്ങനെ എവിടെയോ unknown വേൾഡിലല്ല. They also know that this world exists, but it's their choice that they are living there, and they are living with higher standards of life than us. അവർക്ക് വീടൊന്നും പൂട്ടിയിടണ്ട പുറത്തോട്ട് പോകുമ്പോൾ, കോഫി വെറുക്കാൻ പോകുമ്പോൾ. സോ ദർ ആർ മെനി തിങ്സ് ഐ തിങ്ക് ദാറ്റ് ആ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലും, ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ഐ യൂസ് ടു എക്സാജറേറ്റ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ദേ കനോട്ട് ബിലീവ് ഇറ്റ്. ദേ ഫീൽ, ഓ ഇതിലെന്താ ഉള്ളത്, ഞങ്ങൾ ചെയ്യുന്നതിൽ ഒരു സ്കില്ലില്ലല്ലോ, ഞങ്ങൾക്ക് അറിവില്ലല്ലോ. ബിക്കോസ് ഫോർ ജനറേഷൻസ് ദാറ്റ്സ് വാട്ട് പീപ്പിൾ ഹാവ് ടോൾഡ് ദം. Yeah. Okay. Thank you so much. അപ്പം we are running out of time. Last 3 minutes ആണ്. I think we'll conclude the session with one last word from Manu for all the aspiring entrepreneurs. I'm not saying women entrepreneurs, to all the aspiring entrepreneurs here on behalf of all 4 of us. ഇപ്പോൾ ഓൺടർപ്രണർ ജനറൽ, നോട്ട് ജെൻഡർ ബയാസ്. സോ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണ് നമ്മൾ ചെയ്യുന്ന വർക്കിൽ, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, വി ഷുഡ് ബി ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. ആരോടും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചോദിക്കാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിഞ്ഞുകൂടാ, അത് മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് തെറ്റാവോ, അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും പാടില്ല. എവിടെ നിന്ന് വേണോ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം കമ്മിങ് ടു വിമൻ ഓണ്ടർപ്രണേഴ്സ് ഇപ്പം നല്ലൊരു പീരിയഡാണ്. കാരണം ജെൻസിനെക്കാട്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വുമൻസിനുണ്ട്. നമുക്ക് മേ ബി പറയുവാണെങ്കിൽ ജെൻസിനെ അപേക്ഷിച്ച് ഒരു സ്റ്റെപ്പ് ചിലപ്പം കുറച്ചെടുത്താൽ മതിയാവും നമുക്ക് ആ ഒരു ഇതിലെത്താൻ. അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയാണ്. അപ്പം മാക്സിമം ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. Devika, I want to add something. ആക്ച്വലി ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
ഈസി ആയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നില്ലേ എന്ന് നമുക്ക് ചുമ്മാ തോന്നും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ വേഗം തുടങ്ങുക. അപ്പോൾ അതിന് പ്ലാൻ ചെയ്ത് അധികം പ്ലാനിങ് ഒന്നും ചെയ്ത് സമയം കളയണ്ട, വേഗം തുടങ്ങുക, വേഗം പ്രൊഡക്റ്റ് ഉണ്ടാക്കി സമയം കളയണ്ട, വേഗം മാർക്കറ്റിലോട്ട് എത്തിക്കുക. സോ മാർക്കറ്റിൽ നിന്ന് ബാക്കി ഫീഡ്ബാക്സ് കിട്ടും. സോ അതനുസരിച്ച് പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല പൈസ കിട്ടും. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വരിക, നല്ല ഗ്രാൻഡ്സ് ഉണ്ടാവും, പിന്നെ കുറേ ചലഞ്ചസ് ഉണ്ടാവും, പിന്നെ ഒത്തിരി നല്ല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ് കേരള പോലുള്ള നല്ല കുറേ പ്രോഗ്രാംസ് ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ ബിസിനസ് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അതിന് ഇപ്പോൾ ഒത്തിരി എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഒത്തിരി പേര്. സോ അങ്ങനെ പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല, വേഗം പരിപാടിയൊക്കെ തുടങ്ങുക, ഉഷാറാക്കുക. ഓക്കെ, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.